ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽക്കോവിന്. വായിലിട്ട് അലിഞ്ഞു പോകും, ഭയങ്കര ടേസ്റ്റുമാണത്. ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിലേക്ക് ആകെ 3 കൂട്ടം സാധനങ്ങളെ ആവശ്യമുള്ളൂ. മൈദയും നെയ്യും പഞ്ചസാര. 1 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/2 കപ്പ് നെയ്യ്, പിന്നെ 1/2 കപ്പ് പഞ്ചസാര. നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ എടുക്കാം, അതല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് നെയ്യുമാണ്. രണ്ടും കൂടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി എടുക്കണം എന്നില്ല, നെയ്യ് 1/2 കപ്പ് എടുത്താലും മതി. പിന്നെ ഓയിലിന് പകരം വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറി വെളിച്ചെണ്ണയുടെ മണം വരും. പിന്നെ ഓയിലിൽ തന്നെ ആയാലും ഉണ്ടാക്കാം, നെയ്യും കൂടി ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ ഇടാം. ഇനി ഇതൊന്ന് വറുക്കണം. അപ്പോൾ വറുക്കുമ്പോൾ അത് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കൂട്ടിച്ചിട്ടാണ് വറുക്കണത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൈവിടാണ്ട് ഇളക്കണം എന്ന് പറയുന്നത്. വറുക്കുമ്പോൾ ആദ്യം ഇതൊന്ന് കട്ടി വരും, പിന്നീട് വറവാകും തോറും ഇത് ലൂസായി വരും. മാവ് മൂക്കണതിനനുസരിച്ച് ഇത് ലൂസായിക്കൊണ്ടിരിക്കും. ഇത് മൂപ്പായിട്ടുണ്ട്, കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂടാറട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ഏലക്കായ ഇടാം. ഇനി ഇതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചതിടാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ചട്ടകം കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുത്താലും മതി. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം, അതിന് ശേഷം മുറിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ. ഇത് മുറിക്കാം.